ഹായ് എവരി വൺ. താരൻ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഞാൻ ഇന്ന് താരൻ മാറാൻ വേണ്ടിയുള്ളൊരു ടിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ടിപ്പാണ്. ഇതിനു വേണ്ടി ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് മുടി ആദ്യം തന്നെ ഡീറ്റാങ്കിൾ ചെയ്യുക. അതിനുശേഷം ഇതേപോലൊരു ചീപ്പ് എടുത്തിട്ട് നമ്മുടെ സ്കാൽഫ് ഫുള്ളും ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഫ്ലേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ തലയിൻ്റെ സ്കാൽപ്പിൽ നിന്ന് ഇത് ഇളകി വരുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ താരൻ ഫുള്ളും നമ്മുടെ തലയിൽ നിന്ന് നമുക്ക് പൊക്കിയെടുക്കാൻ പറ്റും. പിന്നീട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ എണ്ണ ചൂടാക്കി എടുക്കേണ്ടതാണ്. ഇതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് അയ്യപ്പാല, ദുർദുരപത്രാദി എന്നീ 2 എണ്ണകളാണ്. ഇത് എല്ലാ ആയുർവേദിക് ഷോപ്പുകളിലും ലഭ്യമാണ്. കുറച്ച് താരം മാത്രമുള്ളെങ്കിൽ ദുർദുരപത്രാദി മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി. എന്നാൽ താരം കുറച്ച് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ അയ്യപ്പാലയും കൂടി യൂസ് ചെയ്യാം. ഇത് താരൻ മാത്രമല്ല, തലയിലുണ്ടാകുന്ന കുരുക്കൾ, അങ്ങനെ തലയിലുണ്ടാകുന്ന എല്ലാത്തരം പ്രോബ്ലംസിനും തന്നെ ഇത് മാറ്റം വരുത്തുന്നതാണ്. എനിക്കിത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതാണ്. എന്നിട്ട് ഇതൊരു ചെറിയ കോട്ടൺ ഉപയോഗിച്ച് നമ്മുടെ സ്കാൽപ്പിൽ ഫുള്ളും തേച്ച് പിടിപ്പിക്കാൻ സാധിക്കും. ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുന്നതോടുകൂടി നമ്മുടെ തലയിൽ എല്ലാ സ്ഥലത്തും തന്നെ ഇത് എത്തുകയും നല്ല ബ്ലഡ് സർക്കുലേഷൻ കിട്ടുകയും ചെയ്യും. ചെറു ചൂടോടുകൂടി വേണം നമ്മൾ തലയിൽ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി. നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്യണം. മസാജ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ പല്ലകലമുള്ള ചീപ്പ് എടുത്തിട്ട് നന്നായിട്ടിത് ചീകി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹെയർ മസാജർ എന്ന് പറഞ്ഞിട്ട് ടൂൾസൊക്കെ നമുക്ക് ആമസോണിലൊക്കെ ലഭ്യമാണ്. തലയിൽ എപ്പോഴും മസാജ് ചെയ്ത് കൊടുക്കുന്നത് തലയുടെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനും മുടി നന്നായിട്ട് വളരാനും സഹായകരമാണ്. നല്ല രീതിയിൽ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കോംബ് ചെയ്യുമ്പോൾ എപ്പോഴും എൻഡിന്ന് വേണം കോംബ് ചെയ്യാൻ. എൻ്റെ തലമുടിയിൽ ഇപ്പം ഇത് കെട്ടുകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മുകളിൽ കോംബ് ചെയ്ത് കാണിക്കുന്നത്. പിന്നീട് നന്നായിട്ട് നല്ല സ്കാൽപ്പൊക്കെ നന്നായിട്ട് മസാജ് ചെയ്യുക. മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് മുടി നല്ല രീതിയിൽ കെട്ടിവയ്ക്കുന്നതിന് മുമ്പ് ഞാൻ ബാലൻസ് ഉള്ള എണ്ണ നമ്മുടെ ഹെയർ ലെങ്തിലും കൂടി തേക്കുന്നുണ്ട്. സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ്. ഞാൻ വീക്കെൻഡിലാണ് ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യാറ്. വീക്ക്ലി വൺസേ ഞാൻ ഇതിനു വേണ്ടിയൊക്കെ മെനക്കെടാറുള്ളൂ. പിന്നീട് നല്ല ഷാമ്പുവും കണ്ടീഷണറും ഉപയോഗിച്ച് തല കഴുകാം. പിന്നീട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ദിവസം നമ്മുടെ പില്ലോ കവർ, നമ്മൾ യൂസ് ചെയ്യുന്ന ടവല്, നമ്മുടെ ചീപ്പ്, ഇതൊക്കെ നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കും. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു യൂസ്ഫുള്ളും ആയിരിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ തലയിലേക്ക് ആ ഫംഗസ് തന്നെയല്ലേ വരുന്നത്. അപ്പോൾ നമ്മൾ ആ യൂസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം സ്റ്റെറിലൈസ് ചെയ്യുന്ന പോലെ തന്നെ നല്ല രീതിയിൽ വാഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നല്ല ടിപ്പ്.